അപ്പോൾ ഇവന് കോപ്പി അടിക്കാതെ വേറെ നിർവാഹമില്ല എക്സാം ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഈ അടുത്തൊരു എക്സാം നടന്നപ്പോൾ ആദ്യത്തെ ദിവസത്തെ പരീക്ഷ എന്ന് പറഞ്ഞാൽ മലയാളമാണ്. ഈ മലയാളത്തിൻ്റെ ABCD പോലും ഇവനെ അറിയാൻ പാടില്ല. അതായത് ടീച്ചർ ക്ലാസ്സിൽ കർത്താവ് കർമ്മം ക്രിയ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ ഈ പൂജാരി അല്ലേ കർമ്മവും ക്രിയയും ചെയ്യുക എന്ന് ചോദിച്ചവനാണ് ഇവൻ. അപ്പോൾ ഇവൻ എക്സാമിന് തലേദിവസം തന്നെ വിളിച്ച്, അളിയാ ഈ എക്സാമിന് കോപ്പി അടിക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാധാരണ ആൾക്കാരൊക്കെ കോപ്പി അടിക്കണേ ചെറിയ തുണ്ട് പേപ്പറിൽ ഇങ്ങനെ ചെറുതായിട്ട് എഴുതിക്കൊണ്ട് പോയിട്ടാണ് കോപ്പി അടിക്കണമെന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ എന്താണ് ഒരു ചെറിയ പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ട് വന്ന് ഫസ്റ്റ് പീരീഡ് നൈസായിട്ട് കോപ്പി അടിച്ചു. പക്ഷേ സെക്കൻഡ് പീരീഡ് ആയപ്പോഴാണ് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. സെക്കൻഡ് പീരീഡ് ഇൻവിജിലേഷൻ വന്നത് ഒരു രൂപ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ്. ഈ പുള്ളിക്കാരത്തിയാണ് ഈ കോപ്പി കണ്ടുപിടിക്കുന്നതിൽ എക്സ്പേർട്ടും. പുള്ളിക്കാരത്തി വന്നപ്പോൾ തന്നെ ക്ലാസ്സിലുള്ള തുണ്ടുള്ളവന്മാരൊക്കെ എടുത്ത് പുറത്തോട്ട് ജനൽ വഴിയും വാതിൽക്കൽ വഴിയൊക്കെ എറിഞ്ഞു. എന്നിട്ട് ഇവന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കാൻ തുടങ്ങി. ഇവനാണെങ്കിൽ കിടന്ന് വിറയ്ക്കണമുണ്ട് വേർക്കണമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ഇവന് ഒരു ഐഡിയ ഇല്ല. അന്നേരം ടീച്ചർ ഇവന്റെ അടുത്ത് മാറണമില്ല. ടീച്ചർ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ വഴി ഇവൻ ആ തുണ്ടെടുത്ത് അവന്റെ പോക്കറ്റിലേക്ക് കിട്ടും. ടീച്ചർ അപ്പം തന്നെ ഫ്ലാഷ് അടിച്ചോളി തിരിഞ്ഞു. അത് പറഞ്ഞു, മോനെ കഴിഞ്ഞില്ലേ, നീ ആ സാധനം തന്നേന്ന് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി അവൻ പിടിക്കപ്പെട്ടു. അവൻ അപ്പം തന്നെ ആ തുണ്ടെടുത്ത് പതുക്കെ ഇങ്ങനെ നീട്ടി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എടാ പൊന്നു മോനെ, തുണ്ടല്ല ഞാൻ ചോദിച്ചത്, ആ ആൻസർ പേപ്പറാണ്, എക്സാം ടൈം കഴിഞ്ഞു, അതങ്ങ് തരുമായിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു.